ഒരു ക്യാഷ്ലെസ് ഇൻഷുറൻസിൻ്റെ സുഖം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. പലപ്പോഴും നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഏത് റൂം എടുക്കണം, ആ റൂം എടുത്താൽ അയ്യോ അത് അടക്കാനുള്ള പൈസ ഉണ്ടാവുമോ, അവിടെ കൂടുതൽ ബില്ലാവോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യണം, അതിന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതിൻ്റെ സാമ്പത്തികമായിട്ട് നമുക്കുണ്ടെന്ന പ്രതിസന്ധി ഒരു ടെൻഷനായി നിൽക്കും. പക്ഷെ എനിക്ക് ക്യാഷ്ലെസ് സർവീസ് നിവാബൂപ്പയുടെ കിട്ടേണ്ട ഒരു സാഹചര്യം വന്നു. വളരെ കാം ആൻഡ് ക്വയറ്റായിരുന്നു, വളരെ കൂളായിരുന്നു, ഒരു സ്ട്രെസ്സും ഉണ്ടായില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പം രോഗത്തെക്കാളും വലിയ സ്ട്രെസ്സ് അതിൻ്റെ ബില്ലും അതിനുണ്ടാകുന്ന പ്രൊസീജിയർ ചാർജും ഒക്കെ പറയുമ്പോൾ നമ്മളൊരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ പലതും പറയും. പലപ്പോഴും ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പലർക്കും അറിയണ്ടാവില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂം തന്നെ എടുത്തു. 10,000 രൂപ വരെ റൂമിനുള്ള കവറേജ് ഉണ്ട്. 3,600 രൂപയുടെ സ്യൂട്ട് റൂം എടുത്തു. ഒരു വിഷമം ഉണ്ടായില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പം നോ പ്രോബ്ലം, അതെന്നെ ഉപയോഗിച്ചു. ഇതുപോലുള്ളൊരു ഫ്രീഡം നമുക്ക് നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. അത് ശരിക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്ക് ഹോസ്പിറ്റലിൽ നോക്കുമ്പം ഏതാണ്ട് 1,50,000-ഓളം ബില്ലാണ് അവർ പ്രപ്പോസ് ചെയ്തത്. 7,000 രൂപ ചില ടെക്നിക്കൽ റീസൺ അത് ഏത് ഇൻഷുറൻസിലും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മുഴുവനും വളരെ ഈസി ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് എൻ്റെ ഏജൻറ്റ് എന്നെ ചേർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് 2,000 രൂപയോളം ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസിനുള്ള ചിലവ് കൂടിയും പിന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന പ്ലാനുകളും ഉണ്ടായിരുന്നു. അതല്ലായിരുന്നു എൻ്റേത് എന്നതുകൊണ്ട് അതെനിക്ക് അടയ്ക്കണം, അത് നോർമലായിട്ട് അടയ്ക്കേണ്ടതാണെന്ന് വെച്ചാൽ വളരെ പ്ലസൻ്റ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അത് എനിക്ക് 1,000 രൂപ അടയ്ക്കേണ്ടി വന്നെങ്കിൽ അത് ഞാൻ അതിലേറെ പ്രതീക്ഷിച്ചതുകൊണ്ട് അതും എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ പ്ലാനിൽ ഹോസ്പിറ്റലിലെ ചെറിയ ടിഷ്യൂ പേപ്പർ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടാകുന്ന ചിലവുകൾ കവർ ചെയ്യുന്നില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അത് ഇതിലേറെ പ്രതീക്ഷിച്ചെങ്കിൽ അതിലും കുറച്ച് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്തായാലും നിവാബൂപ്പ കമ്പനിയെ ഞാൻ എന്തിനും അഭിനന്ദിക്കുകയാണ്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതിന് ശേഷം കസ്റ്റമർ കെയർ ഓഫ് ആയിരുന്നു. കാരണം നമ്മൾ ഗ്രൂപ്പ് ഫാമിലി ഇൻഷുറൻസിൽ ഫാമിലി ഏതൊരാൾക്ക് വന്ന് നമ്മളോട് വിളിച്ച് ചോദിക്കല്ലോ. വളരെ പ്ലസൻ്റായിട്ട് വളരെ നമ്മളൊരു കെയറിങ് കൊടുക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫോൺ കോളുകളാണ് വന്നത്. അവർ എങ്ങനെ രോഗിക്ക് എങ്ങനെയുണ്ട്, സുഖം ഭേദമായോ, എന്താണ് അവസ്ഥ എന്നൊക്കെ വളരെ നമ്മളൊരു കെയറിങ് ചെയ്യുന്ന ഒരാൾ. കാരണം നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മളൊരു ബോണ്ട് കൊടുക്കുമ്പം അവരൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പം അവർക്ക് നമ്മളൊരു രക്ഷിതാവിൻ്റെ റോള് കൊടുക്കുകയാണ്. നമ്മളുടെ കെയറിങ്ങിൻ്റെ റോള് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കെയറിങ് 100% ഈ നിവാബൂപ്പയുടെ കമ്പനിയുടെ റിഫ്ലക്റ്റ് ചെയ്തു. മറ്റെല്ലാ കമ്പനികൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കാം കേട്ടോ, ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പ് ഒരു പ്രീപെയ്ഡിൻ്റെ ഒരു പ്രശ്നം വന്നപ്പം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അത് കാരണം നമുക്ക് ആ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന അൺഫെമിലിയാരിറ്റി കൊണ്ടാണ്. അതേ പ്രൊസീജിയർ തന്നെയാണ് ക്യാഷ്ലെസ്സിലുള്ളതെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. ആ ടീമിൻ്റെ ഒരു അഭാവം കൊണ്ട് എനിക്ക് പ്രീപെയ്ഡിൽ കുറച്ച് ഡിഫിക്കൽട്ടി നേരിട്ടെങ്കിലും അപ്പം അതിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി എന്താണ് പ്രീപെയ്ഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഇതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ പ്രീപെയ്ഡ് റിക്കവർ ചെയ്തെടുക്കാവുന്നത് തന്നെയുള്ളൂ. ഒരു ബുദ്ധിമുട്ടും രണ്ട് ക്ലെയിമിങ് എനിക്ക് ഈ ഇൻഷൂർ കമ്പനിക്ക് പോർട്ട് ചെയ്തതിന് ശേഷം വേണ്ടി വന്നു. വളരെ പ്ലസൻ്റ് തന്നെ ആയിരുന്നു. അതിന് പ്രശ്നം നേരിട്ടെങ്കിലും അതും വളരെ ഭംഗിയായിട്ട് തന്നെ സോൾവ് ചെയ്തു. ക്യാഷ്ലെസ് 100% പ്ലസൻറ്റ്ഫുള്ളായിരുന്നു. ഒരു പ്രശ്നവുമില്ല, ഒരു കംപ്ലൈൻറ്റുമില്ല. ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിന് ഇവർ പൈസയും പേ ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു നിവാബൂപ്പ.